ഇനി വോട്ടെടുപ്പ് എന്നാണ്, തിരഞ്ഞെടുപ്പ് എന്നാണെന്നുള്ള ചോദ്യമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് എന്നാണെന്നുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പക്ഷേ അതിനുശേഷം ഒരു 39 ദിവസത്തെ കാത്തിരിപ്പാണ് ഫലം അറിയാൻ വേണ്ടി ഇരിക്കേണ്ടത്. നമുക്കത് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ആ കാത്തിരിപ്പ് അവരെ മുഷിപ്പിക്കുമെന്നുള്ളത്. കാത്തിരിപ്പ് കുറച്ച് നീണ്ടുപോയില്ല. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ആവേശം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവും. പെട്ടെന്ന് വരികയാണെങ്കിൽ അതായിരുന്നു നല്ലത്. മറ്റേത് ആ ആവേശമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ വരുള്ളൂ. നമ്മളൊക്കെ പറയും ഇപ്പം കഴിഞ്ഞ് മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നന്ന് പറയുന്ന ആൾക്കാരാണ്. പിന്നെന്താ 1 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാത്തിരിക്കണ്ടേ? അത്രയും ആകെ ടെൻഷനില്ല ആ സമയത്ത്. നമ്മളെ പാർട്ടി ജയിക്കുമോ ഇല്ലയോ, സമാധാനം ഉണ്ടാവുമോ ഇല്ലല്ലോ. അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആരെങ്കിലും ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. കാരണം ജയിച്ചിടത്തോളം വോട്ട് ചെയ്ത് ജയിച്ചിടത്തോളം അറിവുള്ള കാലം വരെ ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. വോട്ട് ചെയ്താൽ പിന്നെ അങ്ങ് മറക്കും. അത് വിട്ടത് ആ വിഷയം വിട്ട് എന്നുവാണെങ്കിലും വോട്ട്. അതെ, അത്രേ ഉള്ളൂ. 2 ദിവസം 3 ദിവസം 4 ദിവസം ഒരാഴ്ചക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ആയിപ്പോയില്ല. ആവേശം മൊത്തം കെട്ട് ഒരു ഇതായി പോയാലായിപ്പോയി. അവരുടേതായ അധികാരികൾക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയണം, അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കും. അതാണ് അതിനകത്ത്. അതെ, കുറച്ച് നേരം വോട്ടെന്തായാലും ചെയ്യണമല്ലോ. അതൊരു വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഒരു 2 ആഴ്ച ഒരു ഗ്യാപ്പൊക്കെ മതിയായിരുന്നു അല്ലേ? ഇങ്ങനെ കാത്തിരുന്നുണ്ടോ വേറെ ഇതിനു വേണ്ടി? ഇല്ല, ഇത്ര നാളത്തെ ഒരു കാത്തിരിപ്പ് ആദ്യമായിട്ടാണ്. 2 മാസത്തെ കാത്തിരിപ്പ് നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അനുഭവത്തിൽ വന്നേക്കണേ, ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇത്രയും നാൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കാമെങ്കിൽ പിന്നെ 32 ദിവസത്തിലെ വേവാൻ കാത്തിരിക്കാമെങ്കിൽ 6-ാം കാത്തിരിക്കാൻ എന്താണെന്നുള്ളത് ഇവിടെ അതിനകത്ത് വലിയ കാര്യമില്ല. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ 11 ആയിരിക്കില്ല, അല്ല 19 ആയിരിക്കില്ല. 3 പേര് ഇപ്രാവശ്യം എന്തായാലും കാണിക്കും. കന്നിയോട്ട. ഈ കന്നിയോട്ട് ഇട്ടതിന് ശേഷം ഒരു 39 ദിവസം കാത്തിരിക്കണം. അത് ആരാണ് ജയിച്ചതെന്നറിയാം. കാത്തിരിക്കണം. കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ആവേശം കെട്ടുപോകും എന്നുള്ളതാണ്. ഇത്രയും വലിയ ദീർഘമായ കാത്തിരിപ്പ് ഉണ്ടാകുന്നതിലൂടെ എങ്കിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കന്നിവോട്ടർ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നത് അവർ ഇത്രയും നാൾ കിടന്ന് ഓടിയില്ല, അവർ കുറച്ച് സ്ഥാനാർത്ഥികൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും പൊതുവിൽ ഈ തിരഞ്ഞെടുപ്പ് ആവേശത്തെ കെടുത്തുന്നതാണ് ഈ ഫലം പ്രഖ്യാപിക്കാനായിട്ടുള്ള നീണ്ട കാത്തിരിപ്പ് എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.